ഇതിലെനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമെൻമെൻറ്റ് ബില്ലിൽ ട്രാൻസ് മസ്കുലിൻ ട്രാൻസ്മാൻ എന്ന് പറയുന്ന 2 കാറ്റഗറി ഇല്ല. ഇത് മനഃപൂർവ്വം ഒഴിവാക്കിയെന്നുള്ള തെളിവാണ് 2019 പ്രൊട്ടക്ഷൻ ആക്ട് 2Kയിലുള്ളത്. അതിനകത്ത് ട്രാൻസ്ജെൻഡറിനകത്ത് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ട്രാൻസ്മെൻ എന്നുള്ളതും ട്രാൻസ്മാൻ എന്നുള്ളതും. സോ രണ്ടാമത് വന്ന അമെൻമെൻറ്റ് ബില്ലിൽ മനഃപൂർവ്വം ഒഴിവാക്കിയതാണെന്ന് വിശ്വസിക്കാനേ ഇപ്പോൾ തരമുള്ളൂ. ഉറപ്പായിട്ടും ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനം പോലുള്ള ഇപ്പം എടുത്തു പറയേണ്ടത് തമിഴ്നാട്ടിലൊക്കെ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു SFIയുടെയും DYFIയുടെ ഒക്കെ പ്രവർത്തനം, CPMൻ്റെ ഒക്കെ പ്രവർത്തനം വലിയ രീതിയിൽ ഉപകാരപ്പെടുന്ന രീതിയിൽ കമ്മ്യൂണിറ്റിയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പക്ഷേ ഈ കേരളത്തിനകത്ത് വരുന്ന സമയത്ത് വളരെ ചുരുക്കം മനുഷ്യരെ മാത്രമേ നമുക്ക് ഇത്തരം വിഷയങ്ങൾ ഇടപെട്ടതായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. ആ സാഹചര്യത്തിൽ DTFK എന്ത് നിലപാട്, ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായിട്ട് അടുത്ത് നിൽക്കുന്ന മനുഷ്യൻ എന്ന രീതിയിൽ എന്തുകൊണ്ടാണ് വലിയൊരു പരിമിതി നമുക്ക് ഈ വിഷയത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? ഒരിക്കലും ഒരു പരിമിതി ഇല്ല എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വിഷയമായിട്ട് ആദ്യമായിട്ട് ഒരു പ്രതികരണം തലസ്ഥാനത്ത്, നമ്മുടെ കേന്ദ്ര തലസ്ഥാനത്ത് നടത്തിയത് SFI എന്ന് പറയുന്ന സംഘടനയാണ്. അതിനോടനുബന്ധിച്ച് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ കുറേ ആളുകൾ അറസ്റ്റ് വരികയും ചെയ്തു എന്നുള്ളതാണ്. സോ അവരാണ് ആദ്യമായിട്ട് ഒരു വിസിബിൾ ആയിട്ട് നമുക്ക് ഒരു പ്രതികരണം അവിടെ ഉണ്ടാക്കിയത്. പക്ഷേ കേരളത്തിനകത്ത് അത് വലിയ രീതിയിലൊരു ഇടപെടൽ നടത്തിയില്ല എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. SFI, DYFI, CPM മുഖ്യധാര ഒരിക്കലും ഇല്ല. കാരണം എന്ന് വെച്ചാൽ ആദ്യമായി പബ്ലിക്കായിട്ട് ഒരു പോസ്റ്റ് ഇടുന്നത് CPIM ആണ്. നമ്മളെല്ലാവരും കണ്ടതാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ് ആദ്യമായിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ ഇതിനെതിരെ പ്രതികരിക്കുന്ന ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടികളിലൊന്നെന്ന് പറയുന്നത്.